ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുകയാണ്. അവകാശമാണ് ഇന്ത്യ വികസനത്തിൽ. ഓരോ നിമിഷവും 140 കോടി ജനങ്ങൾ ഇവിടെയുണ്ട്. അവർക്കിടയിൽ 140 കോടി കൂടുതൽ പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ ശരിയാണ്. അഴിമതി ഉണ്ടാവും, പല ആക്രമണങ്ങളുണ്ടാവും. പക്ഷേ നമുക്കൊരു പൊതു ഉദ്ദേശമുണ്ട്. ഓരോ വ്യക്തിയും ഈ രാഷ്ട്രം ഒരുമിച്ചും മുന്നേറാനാണ് ശ്രമിക്കുന്നത്. ജീവിത വിജയം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഏറ്റവും പ്രശോഭിതമായൊരു ഭാവി ഉണ്ടാവാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വ്യക്തികളായാലും ശരി, സമൂഹമായാലും ശരി, മുന്നോട്ടെന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. പിന്നോട്ടാരും പോകുന്നില്ല. എന്നാലോ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് ഇന്ത്യക്കാരുടെ. ഈശ്വരവിശ്വാസമുണ്ട്. ഏത് മതക്കാരും ആയിക്കോട്ടെ, ധർമാധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നു. ഇന്ത്യയുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നു. അതേസമയം ആ ഇന്ത്യ വികസന കുതിപ്പിൽ ഒട്ടും പിന്നോട്ടല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ അമേരിക്കയായിട്ടൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്നത്തെ വാർത്ത തന്നെ, ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ കുറച്ച് മുമ്പ് ഫോണിൽ ന്യൂസ് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നത് പ്രധാനമന്ത്രി ഹൈഡ്രജൻ ട്രെയിൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു എന്നാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്നുള്ള സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിൻ. ഇങ്ങനത്തെ ട്രെയിൻ ആകെ 6 രാജ്യങ്ങൾക്ക് ഇതുവരെയുള്ളൂ. അതായത് ഇതിന് മുമ്പുള്ളത് 5 രാജ്യങ്ങൾക്കാണ്. ആദ്യം ഈ ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ജർമ്മനിയാണ്. അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ യാത്രാ കോച്ചായിട്ട് ഇങ്ങനെ ട്രെയിൻ ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ ആദ്യമായിട്ട് ഇത്തരം ട്രെയിൻ നിർമ്മിക്കുന്നത് ജർമ്മനിയാണ്. പിന്നെ ജപ്പാൻ നിർമ്മിച്ചിട്ടുണ്ട്, ഫ്രാൻസ് നിർമ്മിച്ചിട്ടുണ്ട്, ചൈന ഉണ്ടാക്കിയിട്ടുണ്ട്, US ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 5 രാജ്യങ്ങളാണ്: ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ചൈന, US. അത് കഴിഞ്ഞിപ്പോൾ ഇന്ത്യ. അപ്പം ആ ഗണത്തിൽ ഇന്ത്യ 6ാമത്തെ രാജ്യമായി. അപ്പോൾ ഏറ്റവും വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുറേ പേര് അറിയാമല്ലോ. ജപ്പാൻ എന്ന് പറഞ്ഞാൽ എക്കാലത്തും വികസനത്തിൽ മുന്നിലായിരുന്നു. അവർ പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ എന്നും ജപ്പാനായിരുന്നു. അമേരിക്കയിൽ കണ്ടുപിടിക്കുന്നു, ജപ്പാൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന രീതിക്കാണ് ജപ്പാൻ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ജപ്പാൻ്റെ കയ്യിൽ നിന്ന് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളെല്ലാം വാങ്ങുമായിരുന്നു. നമ്മളും അവരുടെ പല സാധനങ്ങളും, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി, ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് നമ്മൾ ഓരോ സാധനം കൊണ്ടുവരും, പല എക്യുപ്മെൻറ്റ്സും. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഗണത്തിലേക്ക് നമ്മൾ കയറി വരുവാണ്. നമുക്കല്ലെങ്കിൽ തന്നെ അറിയാം. ഇപ്പം ട്രെയിൻ എന്ന് പറയണതിൻ്റെ പല പുതിയ വികസനം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. രാജ്യമാസകലം എല്ലായിടത്തും മെട്രോ ട്രെയിൻസ് വരുന്നു. ആദ്യകാലത്ത് മെട്രോ കോച്ചുകൾ നമുക്ക് ദക്ഷിണ കൊറിയയിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരുമായിരുന്നു. കൊറിയയിൽ ഞാൻ മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരമായ കോച്ചുകളാണ്. അതേ സ്റ്റൈലാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇന്ന് നമ്മൾ മെട്രോ കോച്ചസ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ടോ ഇവിടെ നമ്മൾ കയറ്റി അയക്കുകയാണ്. പലതരം ടെക്നോളജീസ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളിന്ന് കയറ്റി അയക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ ഹൈഡ്രജൻ ഫ്യൂൽ ട്രെയിൻ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഇന്ത്യ ആയിരിക്കും. ആദ്യത്തെ ട്രെയിനല്ലേ ഇന്ന് ഓടിയത്? 89 കിലോമീറ്റർ ദൂരം. അത് ജിന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സോനിപ്പത്തിലേക്കാണ് ട്രെയിൻ ഓടിയിരിക്കുന്നത്. അതൊരു ചെറിയ ഓട്ടമല്ല. 89 കിലോമീറ്റർ ഉള്ളൂ നോക്കണ്ട. അത് 80,000 കിലോമീറ്റർ, 8 ലക്ഷം കിലോമീറ്റർ ഇനി ഓടാനുള്ളതാണ്. ഈ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യത്തും ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ പോകും. ഇന്ത്യ ഇതിൻ്റെ സാങ്കേതികവിദ്യ പലർക്കും കൊടുക്കും. അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. മേക്ക് ഇൻ ഇന്ത്യയിലേക്ക് പുതിയൊരു അംഗം കൂടെ വന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഈ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സത്യത്തിൽ 1839 വികസിപ്പിക്കപ്പെട്ടതാണ്. അന്ന് കണ്ടുപിടിച്ചതാണ്. എങ്കിൽ പോലും വ്യാവസായികാടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ വാഹനങ്ങളിലൊക്കെ ഉപയോഗിച്ച് വന്നിരുന്നത് കുറവായിരുന്നു. നമ്മളൊന്ന് ആലോചിക്കണം. ഇലക്ട്രിക് കാർ പോലും 100 വർഷമായി കണ്ടുപിടിച്ചിട്ട്. പക്ഷേ എന്തുകൊണ്ടാരും ഉപയോഗിക്കുന്നില്ല? ഇവിടുത്തെ പെട്രോളിൽ ലോബിയുടെ വലിയ കളി ഉണ്ടായിരുന്നു. എല്ലാം അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ദീർഘകാലമായിട്ട് കൽക്കരി ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടിയത്. പിന്നെ അതിനുശേഷം ഡീസൽ പോലുള്ളത്, അങ്ങനെയുള്ള ടെക്നോളജി ഉണ്ടായി. പിന്നീട് ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടായി. ഇനിയിപ്പം നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ, അതും വാസ്തവത്തിൽ വൈദ്യുതി ഉപയോഗിച്ചാണ് ഓടുന്നത്. അതായത് ഒരു ഇലക്ട്രോലൈറ്റ് ആണ് അവിടെ ഉള്ളത്. ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റൊക്കെ തന്നെയാണ്. അവിടെ ഹൈഡ്രജനെ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനെ പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് വേർതിരിക്കും. അങ്ങനെ വേർതിരിച്ച് അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസാണ് സത്യം പറഞ്ഞാൽ ഈ ട്രെയിൻ ഓടാനുള്ള വൈദ്യുതി ചാലനത്തിലേക്കായിട്ട് വരുന്നത്. ബാക്കി വരുന്ന ഒരു പ്രോട്ടോൺ എന്ത് ചെയ്യും? അത് ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ജലമായിട്ട് മാറും. ചുരുക്കത്തിൽ ഈ ഒരു ഫ്യൂവലിൻ്റെ വേസ്റ്റ് അഥവാ ഇത് പുറത്തേക്ക് തള്ളുന്ന വേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നീരാവിയും ചൂടും മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും രസം. എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡില്ല, കാർബൺ മോണോക്സൈഡില്ല, അങ്ങനെ ഒരു സാധനമില്ല. പെട്രോൾ കത്തുമ്പോഴുള്ള വിഷവാതകങ്ങളോ ഒന്നും തന്നെയില്ല. വെറും നീരാവി, കുറച്ച് ചൂട്, വെള്ളം, ഇത് മാത്രമേ അവസാനം ഉണ്ടാകുന്നുള്ളൂ. എന്നാലോ അതിന് നല്ല ത്രസ്റ്റ് താനും. നന്നായിട്ട് വലിയൊരു ട്രെയിൻ ഓടിക്കാൻ പറ്റും. 10 കോച്ചുള്ള ഒരു ട്രെയിനാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത്. മറ്റ് നമ്മളീ പറഞ്ഞ ലിസ്റ്റ് പറഞ്ഞ ലോകരാജ്യങ്ങളിലൊക്കെ 2 തൊട്ട് 4 വരെ കോച്ച് മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല, 10 കോച്ചാണ്. എങ്ങനെ 1000 പേർക്ക് യാത്ര ചെയ്യാം? 2600 പേർക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റും എന്ന് വാർത്തയെ കണ്ടു. അതിൻ്റെ നിജസ്ഥിതി എനിക്ക് അത്ര ഉറപ്പല്ല. പക്ഷേ 10 കോച്ച് എന്ന് പറയുമ്പോൾ ചെറുതല്ല, വലിയ ഒന്നാണ്. അപ്പം ഇന്ത്യയിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത്രയും വലിയ ഒരു ട്രെയിൻ ഓടിക്കാൻ പറ്റുമെങ്കിൽ
അതും ചെറിയ സ്പീഡാണ്. അപ്പോൾ അതൊക്കെയൊന്നുമില്ല. 75 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ 110 കിലോമീറ്റർ സ്പീഡ് വരെ കൂട്ടാൻ പറ്റും. അതായത് നമ്മുടെ യാത്രാ വണ്ടികൾ, നോർമൽ യാത്രാ ട്രെയിനുകൾക്ക് അതാണ് ആവശ്യം. നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ വന്ദേ ഭാരത് പോലുള്ള സംഭവങ്ങളുടെ സ്പീഡല്ല, അല്ലെങ്കിൽ ഒരു എക്സ്പ്രസ് ട്രെയിനിൻ്റെ സ്പീഡല്ല, അതിന് കുറഞ്ഞൊരു സ്പീഡെന്ന് വെച്ചാൽ മതി. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന നോർമൽ ട്രെയിനുകളുടെ സ്പീഡെന്തോ അത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? രാജ്യത്തിന് വിദേശ നാണ്യ ലാഭമുണ്ട്. ഇവിടെ പരിസ്ഥിതി സൗഹൃദമാണ്. ഇവിടെ പരിസ്ഥിതി മലിനമാകുന്നില്ല. ഒരു വിഷവാതവും നമ്മുടെ ശ്വാസവ്യവസ്ഥ കയറുന്നത് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്ക് വിദേശ നാണ്യ ലാഭം, പരിസ്ഥിതി, പുതിയൊരു ഊർജ്ജ സങ്കേതം വന്നിരിക്കുന്നു. മാത്രമല്ല ഇതൊരു വലിയ വ്യവസായമായിട്ട് നാളെ മാറുകയും ചെയ്യും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഈ ട്രെയിനുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും, ഇന്ത്യക്കകത്ത് ഉപയോഗിക്കപ്പെടും, ഇന്ത്യക്ക് പുറത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ വേറൊരു വികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലും കൂടെ പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ വ്യാവസായികമായിട്ടുള്ള മുന്നേറ്റത്തിലും കൂടി നമ്മൾ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു. വികസനത്തിൽ നമ്മൾ പലരേക്കാളും വീണ്ടും മുന്നിലെത്തിയിരിക്കുന്നു. ഇത് എന്താണോ നാളെ ഇന്ത്യ ആവാൻ പോകേണ്ടത് അതിലേക്കുള്ള ഒരു ചവിട്ടുപൊടി കൂടി നമ്മൾ ചവിട്ടിയിരിക്കുന്നു.